ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ റാഹത്താണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡിലും ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിനും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാസ്ക്കറ്റ് ഷവർമൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഷവർമൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തൈരൊക്കെ ഒന്ന് ചേർക്കുന്നത്. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. സാധാ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ മാവ് റെഡിയാക്കുന്നത്. മാവ് ഒരുപാട് ലൂസായി പോവാതെ നോക്കണം കേട്ടോ, പിന്നെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് എണ്ണ തടവിട്ട് ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സ്നാക്സിലേക്ക് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുക്കുന്നത്. ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, 1 തക്കാളി, 1 വലിയുള്ളി, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൈനീസ് ക്യാബേജും കൂടി ഉപയോഗിക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾ ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലാണ് നമ്മളെ ഷവർമൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക. ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി മാത്രം ഇപ്പോൾ ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കുക്കായതിന് ശേഷമാണ് തക്കാളി ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിളൊന്നൊക്കെ കുക്ക് ചെയ്യാതെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, കുറച്ച് മലയാളിയും കൂടിയും ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം നേരം കുക്ക് ചെയ്യരുത്. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു തിക്നെസ് മതി കേട്ടോ, അല്ലാതെ നേർമാവാൻ പാടില്ല. ഇനി ഇതുപോലുള്ളൊരു ടോപ്പ് എടുത്തിട്ട് നമ്മളെ മാവിൻ്റെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പ് നമുക്ക് റൗണ്ട് കിട്ടും കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ എളുപ്പപ്പണിയായിട്ട് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുക. എത്ര ബാസ്ക്കറ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാത്രം ഇത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് എല്ലാം പരത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണിത്. ഗ്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഇല്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. ഇനി ഈ ഗ്ലാസിൻ്റെ പുറത്ത് ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മാവ് ഗ്ലാസിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് താഴോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. ജസ്റ്റ് താഴോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള മാവൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഈ ഗ്ലാസ് ചൂടുള്ള എണ്ണയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ മാവ് റിമൂവ് ആയി പോട്ടോ. ഇതുപോലെ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് പണിയാണെന്ന്, പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. ഒരു സൈഡ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇനി ബാക്കിയുള്ള ബാസ്ക്കറ്റൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഗ്ലാസിൻ്റെ പുറത്തേക്ക് മാവ് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടുള്ള എണ്ണയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഇടയിൽ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഗ്ലാസ്സിൽ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. 2 മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ബാസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ അതാ നമ്മളെ ഷവർമയിലേക്കുള്ള ബാസ്ക്കറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കുക. ഈ മസാലക്കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൈനീസ് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അതാ നമ്മളെ ബാസ്ക്കറ്റ് ഷവർമയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ നമ്മളെ ബാസ്ക്കറ്റിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ ബാസ്ക്കറ്റിലേക്കും ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഒരു ബാസ്ക്കറ്റാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബാസ്ക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ബാസ്ക്കറ്റിൻ്റെ ലുക്കില്ലേ? ലുക്കിൽ മാത്രമല്ല കേട്ടോ കിടിലൻ, ടേസ്റ്റിൽ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷവർമൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റ് ഷവർമക്കുള്ളത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിന് തന്നെ ഈ ബാസ്ക്കറ്റ് ഷവർമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈ ബാസ്ക്കറ്റ് ഷവർമൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.